ഹായ്, എനിക്കിന്ന് കുറച്ച് കാരൽ കിട്ടി. അപ്പോൾ കാരൽ വറ്റിക്കാമെന്ന് വിചാരിച്ച് അത് കട്ട് ചെയ്ത് വെച്ച് അതിനാവശ്യമായ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക്, ഒരു കഷ്ണം പുളി, ഉള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് മിക്സിയിലിട്ട് ചതച്ചേ എടുക്കുക. കാരണം വറ്റിച്ചെടുക്കാനായതുകൊണ്ട് ശകലം വെള്ളം വെച്ചിട്ട് മീനൊന്ന് വേവിക്കാൻ വേണ്ടി ആവശ്യത്തിന് കുറച്ച് വെള്ളവും വെച്ച് ഒന്ന് അടച്ച് തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻ പറക്കി ഇടുക. മീൻ നേരത്തെ ഇടുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. കാരലായതുകൊണ്ട് പൊടിഞ്ഞു പോകും. ചോറ്റിന് കഴിക്കുന്നതല്ലേ. ഇപ്പോഴും നമ്മൾ ഇത് കണക്ക് മീൻ പറക്കി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, പൊടിയാതെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടപ്പ് വെച്ചൊന്ന് കറിവേപ്പില ഇട്ട് അടപ്പ് മൂടിയെടുത്തൊന്ന് നല്ലതുപോലെ വെള്ളം പറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. തീ കുറച്ചേ ഇടാവും. ചവിട്ടി പിടിച്ചു പോകും. ഇത് വെള്ളം ഇല്ലാത്തത് കൊണ്ട് നല്ലതുപോലെ ചവിട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാ കറിക്കും താളിച്ചാണ് എടുക്കുന്നത്. ഇതാണ് കടുകൊന്ന് പൊട്ടിച്ച് എല്ലാ കറിക്കും നമ്മൾ കടുക് പൊട്ടിക്കും. ഇത് കടുക് പൊട്ടിച്ച് കറിയിലോട്ട് നല്ലതുപോലെ വെള്ളം വറ്റി. ഇന്നത്തെ നമ്മുടെ ഊണിനുള്ള സ്പെഷ്യൽ കാരൽ വറ്റൽ, ഇന്നത്തെ ഉച്ചത്തെ ഊണ്. തോരനി, മീൻ വറുത്തത്, മോര് കറി, കഞ്ഞിവെള്ളം. ഇന്ന് ഞങ്ങളുടെ ആഹാരം, ഉച്ചലത്തെ ആഹാരമാണ്. അടിപൊളി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.